ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള കളിക്കിടയിൽ എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങളെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാൻ താഴെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നേരെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. കളിക്കിടയിൽ. സിനിമയിലും നാടകത്തിലുമുള്ള ചിരിപ്പിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്കിഷ്ടമാണല്ലോ. വ്യത്യസ്തമായ ഒരു സന്ദർഭം ഇതാ. അതാണ് ഒരു സന്ദർഭത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. അപ്പോൾ സിനിമയും നാടകവും ഒക്കെ നമുക്കറിയാം അല്ലേ. നാടകം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ സിനിമ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചിരിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നോക്കാം. ഇത് നാടകത്തിൻ്റെ ഒരു രംഗവേദിയാണല്ലേ. ചിറയൻകീഴ് ഒരു തിയേറ്ററിലാണ് നാടകം. സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരൊറ്റ വാതിലേയുള്ളൂ. മേക്കപ്പ് കഴിഞ്ഞവർക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിലൂടെ മാത്രമേ സ്റ്റേജിലേക്ക് വരാൻ പറ്റൂ. നാടകം നടക്കുമ്പോൾ സംഘാടകർ എന്തു ചെയ്തെന്നോ, ഭക്ഷണം പൊതിച്ചോറാക്കി ഒരു കുട്ടയിൽ മേക്കപ്പ് റൂമിൻ്റെ മൂലയിൽ കൊണ്ടുവന്നു വെച്ചു. ആവശ്യമുള്ളവർക്ക് അപ്പോൾ എടുത്തു കഴിക്കാൻ സൗകര്യം ചെയ്തതാണ്. തുലാഭാരത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ പ്രാന്തനായാണ് അഭിനയിക്കുന്നത്. വടിയും കൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരണം. നാടകം തുടങ്ങി. ഞാൻ, ലീല, ഗോവിന്ദൻകുട്ടി ചേട്ടൻ 3 പേര് സ്റ്റേജിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചൂട് കാരണം തിയേറ്ററിന് പുറത്തു നിൽക്കുകയാണ്. സാധാരണ സൈഡ് കർട്ടന് പിന്നിലൊക്കെയാണല്ലോ ഞങ്ങളുടെ നിൽപ്പ്. കൃഷ്ണപിള്ള ചേട്ടൻ വരാൻ തയ്യാറായി മേക്കപ്പ് റൂമിൽ തന്നെ നിൽപ്പുണ്ട്. ഒരു പട്ടി ചോറ് കപ്പാനായി ഷെഡിലേക്ക് കയറി വന്നു. കൃഷ്ണപിള്ള ചേട്ടനെ ഗൗനിക്കാതെ നേരെ കുട്ടിയുടെ അടുത്തേക്ക് പോയി. കൃഷ്ണപിള്ള ചേട്ടൻ ഒരതിബുദ്ധി കാണിച്ചു. പട്ടിയെ തല്ലി ഓടിക്കുന്നതിന് പകരം കഥ കടച്ചു. എന്നിട്ട് പട്ടിക്ക് വടി കൊണ്ടൊരു വീക്ക്. പട്ടി കുരച്ച് ബഹളമുണ്ടാക്കി. കർട്ടൻ്റെ വിടവിലൂടെ സ്റ്റേജിലേക്ക് കയറി. ഗോവിന്ദൻകുട്ടി ചേട്ടൻ ഇരിക്കുകയാണ്. അടുത്തു തന്നെ ഞാനും ലീലയും നിൽക്കുന്നുണ്ട്. നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിലാണ് പട്ടി വന്നു നിൽക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ടു വയ്യ. ഗോവിന്ദൻകുട്ടി ചേട്ടൻ പട്ടിയെ ഓടിക്കാനായി കാലൊന്നുയർത്തിയപ്പോൾ പട്ടി സ്റ്റേജിൻ്റെ ഒത്ത നടുവിൽ ചെന്ന് നിന്ന് കുരക്കാൻ തുടങ്ങി. കാണികളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൂക്കും വിളിയുമായി. ആകെ തിക്കും തിരക്കും ബഹളവും. കർട്ടനിട്ടു. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത്. കഥ തുടരും. KPSC ലളിത തയ്യാറാക്കിയതാണിത്. ബാബു ഭരദ്വാജാണിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഥ തുടരും എന്ന് പറഞ്ഞ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണിത്. അപ്പോൾ ഇവിടെ എന്താണ്, ആകെ ഒരു കവാടം മാത്രമേ ഉള്ളൂ. അതിലൂടെ പട്ടി വന്നപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ ഒരു നാടകത്തിൻ്റെ ഭാഗത്ത് പറയുന്നത് അല്ലേ. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. വായിക്കാൻ പറയാം എന്നതാണ് ആദ്യത്തെ പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, നാടകാവതരണത്തിൻ്റെ വേദിയെക്കുറിച്ചും അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചും KPSC ലളിത പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നാടകത്തിൻ്റെ വേദി എന്ന് പറയുന്നത് ചിറയൻകീഴിലെ ഒരു തിയേറ്ററാണ്. അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള വഴി ഒറ്റ വാതിലിലൂടെയായിരുന്നു. അതായത് സ്റ്റേജിലേക്ക് പോകാനും ഇറങ്ങാനും ഒരു വാതിൽ മാത്രം. മേക്കപ്പ് റൂം വേദിയുടെ ഭാഗമായിരുന്നു. ആൺ പെൺ വ്യത്യാസമില്ലാതെ ആ വാതിലിലൂടെയാണ് അരങ്ങിലേക്ക് വരേണ്ടത്. ഇത്തരം പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും സംഘാടകർ അനുയോജ്യമായ രീതിയിൽ ചില ഒരുക്കങ്ങൾ ചെയ്തു. ഭക്ഷണം പൊതിച്ചോറാക്കി തയ്യാറാക്കി ഒരു കുട്ടയിലാക്കി അത് നേരിട്ട് മേക്കപ്പ് റൂമിൻ്റെ കോണിലായി വെച്ചിരുന്നു. അതിനാൽ ആർക്കെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൽ നിന്നും എടുത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഒരുക്കം. ഇത് അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രായോഗിക സൗകര്യങ്ങൾക്കുള്ള ഉദാഹരണമായിട്ടാണ് KPSC ലളിത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഒരുക്കവും. അവിടുത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ചോദ്യം, പട്ടി വന്നതോടെ അണിയറയിലും സ്റ്റേജിലും ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പട്ടി വന്നപ്പോൾ അവിടെ സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? തുലാഭാരം എന്ന നാടകത്തിൽ കഥാപാത്രമായി ഭ്രാന്തനായ ആളുടെ വേഷത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ അഭിനയിക്കുകയാണ്. അദ്ദേഹം വടി കൈവശമെടുത്ത് വേഷത്തിൽ മുഴുകിയ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ തന്നെ ഒരു പട്ടി ഷെഡിലേക്ക് കയറി ചോറ് കപ്പാനുള്ള ഉദ്ദേശത്തോടെ മേക്കപ്പ് റൂമിലെ കുട്ടയുടെ അരികിലേക്ക് വന്നു. കൃഷ്ണപിള്ള ചേട്ടൻ അതിൻ്റെ സമീപം നിൽക്കുമ്പോഴും പട്ടി അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ നേരെ ഭക്ഷണമുള്ള ഭാഗത്തേക്ക് പോയി. ഈ അവസരത്തിൽ കൃഷ്ണപിള്ള ചേട്ടൻ വടി കൊണ്ട് ഒരു വീക്ക് കൊടുക്കുന്നു. പട്ടി
അതിൽ പ്രതികരിച്ച് ബഹളമുണ്ടാക്കുകയും നേരെ സ്റ്റേജിലേക്ക് വരികയും ചെയ്തു. നടന്മാരായ ലീല, ലളിത, ഗോവിന്ദൻകുട്ടി എന്നിവരുടെ ഇടയിൽ വന്ന് നിൽക്കുകയും ഗോവിന്ദൻകുട്ടി ഇയാളെ ഓടിക്കാനായി കാലുയർത്തിയപ്പോൾ പെട്ടെന്നായി പട്ടി സ്റ്റേജിൻ്റെ നടുവിൽ ചെന്ന് നിന്ന് കുരക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതോടെ കാണികൾ കൂക്കുകളും വിളികളും മുഴക്കി. ആകെ അരങ്ങിൽ ബഹളമായി. ഒടുവിൽ കർട്ടൻ ഇടുകയും കുറച്ചു നേരത്തിനു ശേഷം വീണ്ടും നാടകം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പട്ടി അണിയറയിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെ അടുത്ത പ്രവർത്തനം ക്ലാസ്സിൽ ഒരു നാടകം എന്നുള്ളതാണ്. കളിക്കിടയിൽ എന്ന ഓർമ്മക്കുറിപ്പിൽ KPSC ലളിത വിവരിക്കുന്ന സംഭവം ക്ലാസ്സിൽ അഭിനയിച്ച് അവതരിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ഭാഗം മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് ഒന്ന് അവതരിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ട് ഈ ഒരു നാടകം ഒന്ന് അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ. അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.